സംസ്ഥാനത്ത് പലയിടങ്ങളിലും ഇന്നും നല്ല മഴ പെയ്തിരുന്നു. മഴക്കെടുതികളുടെ വാർത്ത ഉണ്ടായിരുന്നു. കൊച്ചിയിലെ സൗത്ത് റെയിൽവേ സ്റ്റേഷനിലൊക്കെ തന്നെ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. യാത്രക്കാരൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടിയ ദിവസമായിരുന്നു ഇന്ന്. സംസ്ഥാനത്ത് തുലാവർഷം കനക്കുന്നുവെന്ന് തന്നെയാണ് റിപ്പോർട്ട്. അടുത്ത 5 ദിവസം ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. എറണാകുളം, ഇടുക്കി ജില്ലകളിൽ നാളെയും ഓറഞ്ച് അലേർട്ടാണ്. സലീം മാലിക് തത്സമയം ചേരുകയാണ് തിരുവനന്തപുരം. സലീം, നമുക്ക് കൂടുതലായി ലഭിക്കുന്ന കാലാവസ്ഥ അപ്ഡേറ്റ് എന്താണ്? എസ്കെൻ, സംസ്ഥാനത്ത് കാലവർഷത്തിന് പിന്നാലെ തുലാവർഷവും കനക്കുകയാണ്. അടുത്ത 5 ദിവസവും സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്കുള്ള സാധ്യതയാണ് നിലവിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പായി നൽകുന്നത്. അതിൽ തന്നെ ഇന്ന് സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ചും വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയും പ്രവചിക്കപ്പെടുന്നുണ്ട്. നാളെ ഈ സംസ്ഥാനത്ത് 12 ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത്. കണ്ണൂരും കാസർഗോഡും ഒഴികെയുള്ള മുഴുവൻ ജില്ലകളിലും നാളെ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ അതിൽ നിലവിൽ ഇന്ന് ശക്തമായ മഴ പെയ്ത സ്ഥലങ്ങളിലൊക്കെയും മലയോര മേഖലകളിലൊക്കെയും അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത നിലവിലും പറയുന്നുണ്ട്. എറണാകുളം, ഇടുക്കി ജില്ലകളിൽ നാളെ അതിശക്തമായ മഴ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പുള്ളത്. ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റ് 10 ജില്ലകളിലും യെല്ലോ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഉച്ചയ്ക്ക് ശേഷം മഴ കനക്കാനുള്ള സാധ്യത ഉണ്ട് എന്നും ഈ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പായി നൽകുന്നുണ്ട്. ശക്തമായ കാറ്റിനുള്ള സാധ്യതയുണ്ട്. കടൽ പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യതയുമുണ്ട് എന്ന് ഈ മുന്നറിയിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിനും വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. എസ്കെൻ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.